അയ്യോ എന്താ ഇവിടെ തല്ലിപ്പൊളിക്കുന്നെ? ഓ ഗൈസ്, ഞാനൊരു ചിക്കൻ കറി വെക്കാൻ പറഞ്ഞതാട്ടോ. അടുക്കളയൊക്കെ 4 ആക്കുന്ന തോന്നുന്നത്. എന്തായി, ചിക്കൻ കറി ആയാ? ആയാ? അയ്യോ, ചിക്കൻ വാങ്ങിക്കൊടുന്ന ചിക്കൻ കറി ഞാൻ വെക്കില്ല. ഞാൻ ചിക്കൻ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ചിക്കൻ കറി മീൻകറിയൊക്കെ വെക്കുന്നത് നമ്മുടെ സ്വീറ്റ് ഹസ്ബൻഡ് ആണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടികൾ, ആ ചിക്കൻ കഴുകിയിട്ടില്ല കേട്ടോ. ഉള്ളിയൊക്കെ അവിടെ വഴറ്റി തുടങ്ങി, പക്ഷെ ചിക്കൻ കഴുകിയിട്ടില്ല. ചിക്കൻ എനിക്കാണ് ചിക്കൻ കഴുകേണ്ട ഡ്യൂട്ടി. അപ്പൊ ഞാൻ എന്തായാലും ചിക്കൻ കഴുകി വെക്കാം, അല്ലെങ്കിൽ എന്നെ കൊല്ലും. ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ കൂടിയിട്ട് വഴറ്റുണ്ട് കേട്ടാ. നീ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇഹാൻ ഇവിടെ ഉണ്ട്. ഇഹാന് ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ കൂടി സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ചിക്കൻ കറി വെച്ചാ ഈ ചിക്കൻ കറിയുടെ 7 അകലത്ത് വരില്ല കേട്ടോ. അത്രയ്ക്കും മഹാ ബോറാണ് ഞാൻ വെക്കുന്ന ചിക്കൻ കറി കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. പിന്നെ മീൻകറി അതെ അതുപോലെ തന്നെ കേട്ടോ, ഞാൻ വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സ്വീറ്റ് ഹാപ്പിനെസ് ഫാമിലി ഗൈസ്. കണ്ടാ, ഇവിടെ അടുക്കളയൊന്നും വൃത്തിയാക്കിയിട്ടില്ല. കുറെ പാത്രങ്ങൾ അതും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പണിയൊക്കെ ഒരുങ്ങിയിട്ടാണ് ഞാൻ വൃത്തിയാക്കാം. അപ്പൊ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം, ഓരോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട്. അപ്പൊ ആദ്യം നമ്മളിതിൽ ഉള്ളിയും തക്കാളിയും കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കണ്ട, ഉള്ളിയും തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റുന്നുണ്ട് നമ്മുടെ ഷെഫ്, കൊടവയറൻ ഷെഫ്. കണ്ട, അപ്പൊ ഇതില് ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് വഴറ്റി. ഇപ്പൊ ഇതില് ഇഞ്ചി പച്ചമുളകിന്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, സാധാരണ നമ്മുടെ ചിക്കൻ കറി പോലെ തന്നെ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ആള് വെക്കും. അപ്പൊ ഞാൻ പോയിട്ട് ചിക്കൻ കഴുകട്ടെ. ഓക്കെ, ചിക്കൻ കഴുകാണ് ഗൈസ്. ചിക്കൻ കഴുകേണ്ട ഡ്യൂട്ടി എന്റെയാണ്. ഞാൻ വേഗം ചിക്കൻ കഴുകി കൊണ്ടുകൊടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം കറി വെക്കാണ്ടേ പോവും. എങ്ങനെയെങ്കിലും കറി വെക്കുന്നതിന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ കഴുകി കൊടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് ഉപ്പും മുളകൊക്കെ തിരുമ്പിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്യാം, എന്നിട്ട് കറിയിലേക്ക് ഇടാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി. കുറച്ച് നമ്മുടെ ചിക്കൻ നമുക്ക് വാങ്ങിച്ച എന്തായാലും അതിന് 2-3 പീസ് നമ്മുടെ ലെഗ് പീസ് ഒക്കെ നമുക്ക് വറക്കണല്ലോ. അപ്പോ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു 2-3-4 പീസ് വറക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് കറി വയ്ക്കും, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും വേഗം ചെയ്യട്ടെ, വിശക്കണു ഗൈസ്. നമ്മുടെ ചിക്കൻ വറക്കാനുള്ളതാ ഞാൻ മസാലയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വറക്കാൻ ഞാൻ സ്പെഷ്യലിസ്റ്റ് ആട്ടോ ഗൈസ്. ഞാനിത് വറക്കാനുള്ളത് ടേസ്റ്റ് ആയിട്ട് കുറച്ച് ഉപ്പ് വേണം. അപ്പൊ ചിക്കൻ നമുക്ക് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പത്തിന് നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആകട്ടെ ചിക്കൻ കറി ഞാൻ അവിടെ മസാലയൊക്കെ തിരുമ്പത്തിന് ഇവിടെ കറിയിൽ ചിക്കനൊക്കെ ഇട്ട് സെറ്റ് ആക്കിട്ടോ ഗൈസ്. എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം, തരൂ. നല്ലോണം ഊതാണ്ട്. ഓക്കെ, പക്ഷെ ഉപ്പിക്ക് അറിയണില്ല. ഇത് നക്കി നോക്കിട്ടാ തോന്നുന്നു. എരിവുണ്ട്, നല്ല എരിവില്ല, കറക്റ്റ് ചെയ്താ എരിവുണ്ട്, പക്ഷെ ഉപ്പിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ സ്പെഷ്യൽ ചിക്കൻ മസാല ടേസ്റ്റ് ചെയ്തോണ്ട് അതിന്റെ ഒരു എരിവ് കാരണം ഉപ്പ് അറിയുന്നില്ല ഉണ്ട് തോന്നുന്നു അല്ലേ. വേറെല്ലാം കാട്ടാം. ചിക്കൻ കറി ഒക്കെ സൂപ്പർ. നിനക്കെന്താ വേണ്ടത്? വായനയോ നാരങ്ങയോ? നാരങ്ങയില്ല, നാരങ്ങ ചിക്കനിൽ പിഴിഞ്ഞിട്ട് ഒഴിച്ചു. ആ പാത്രം എടുത്ത് ഇവിടെ കഴുകാൻ ഇട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റ് ആവണം. ഇനി അവസാനം ഇതില് കുറച്ച് കടുകല്ല ഈ വറുത്ത് ഒഴിക്കില്ലേ, താളിച്ചൊഴിക്കില്ലേ, ചെറിയ ഉള്ളിയും പിന്നെ ജീരകവും പിന്നെന്താ കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മള് എണ്ണയിൽ വറുത്തിട്ട് ഒഴിക്കും. അതോടെ കറി ക്ലോസ്. അപ്പത്തിന് ഞാൻ എന്റെ ചിക്കൻ വറക്കും.
അപ്പൊ നമ്മളിതാ നമ്മുടെ ചിക്കൻ കറി താളിക്കാൻ പോവുകയാണ് ഗൈസ്. താളിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇതാ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ കറി താളിക്കാൻ പോണു ഗൈസ്. കണ്ടാ 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 എവിടെ ഇതൊന്നും ഫോണില് കാണിക്കല്ലേ. ഇതൊക്കെ ഞാൻ വീഡിയോ ഇടട്ടെ ഞാൻ ഇടും. അതൊക്കെ നല്ല നല്ല പോഷ ഇതാ. അയ്യോ താളിക്കുന്നത് കാണട്ടെ. ഇതാ നമ്മള് താളിക്കുന്നുണ്ട് ഗൈസ്. ചെറിയ ഉള്ളി എന്തൊക്കെയാണ്? ചെറിയ ഉള്ളി, വലിയ ജീരകവും ചെറിയ ഉള്ളിയും. വലിയ ജീരകവും ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി ഇളക്കാം. എന്നിട്ട് അത് കറിയിലേക്ക് തട്ടണം. കറിവേപ്പില എടുത്തിട്ട് വരാം. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കണ അവിടെ വെളിച്ചമില്ല ഗൈസ്. അതുകൊണ്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കണ്ട് ബോധം കെട്ട് വീഴും. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കണ്ടാൽ നിങ്ങൾ ബോധം കെട്ട് വരും. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് കാണിക്കുന്നില്ല. കാണില്ലല്ലോ അല്ലെ. കുറച്ച് കറിവേപ്പില എടുക്കാം. കുറച്ച് കറിവേപ്പില കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇതിന് ആവശ്യമുള്ളത് എടുത്തോ. ബാക്കി ഇവിടെ വെച്ചോ. ചില്ലിയിലിടാം. അപ്പൊ നമ്മുടെ ചിക്കന്റെ പരിപാടി കഴിഞ്ഞോട്ട്. ഏകദേശം നമ്മുടെ ചിക്കൻ കറി ഇപ്പൊ റെഡിയാവും. കൊട്ടു നമ്മുടെ ചിക്കനിലോട്ട് കറിവേപ്പില ഇട്ടില്ലല്ലോ. കൊട്ടി ചിക്കൻ കറി, നല്ല ആവി പോർന്ന ചിക്കൻ കറി ഇവിടെ റെഡി. ഉണ്ടാക്കിയത് കുംഭവയറൻ സുധീർ. കണ്ടാ? അയ്യോ കാണിക്കട്ടെ. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി സൂപ്പർ ആയിട്ടുണ്ട്.